എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ചക്കടയാണ് കേട്ടാ. ഇല ഇല്ലാന്ന് പറഞ്ഞ് ഞാനും വിഷമിക്കേട്ടാ. ഇല ഇല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് നമ്മൾ ഇന്ന് ചക്കട റെഡിയാക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് അടയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. 1 അച്ച് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചേക്കാണ്. അത് നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ശർക്കരപ്പാനി വറ്റിച്ചെടുക്കും. ശർക്കരപ്പാനി വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽ പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി വറ്റിച്ചെടുക്കും. ഫില്ലിങ് റെഡി ആയിട്ടാ. ഫില്ലിങ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണം. ഇനി നമുക്ക് മാവ് കുഴച്ച് വെക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. മാവ് കുഴച്ചെടുത്തോട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ച് ചക്ക റെഡിയാക്കി എടുക്കാം. ചക്കച്ചോളം എടുത്തിട്ട് ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങോട്ട് ഞെക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെളുത്ത സാധനമില്ലേ അത് നമുക്ക് എടുത്ത് കളയണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് ഹോളായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ ചുളയും നമുക്ക് റെഡിയാക്കി. എല്ലാ ചുളയിൽ നിന്ന് നമ്മൾ കുരു മാറ്റിയിട്ട് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോവാണ്. കുറേശ്ശെ ഫില്ലിങ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഏട്ടാ ഫില്ലിങ് വെക്കേണ്ട. ഇതുപോലെ നമുക്ക് എല്ലാ ചുളയിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ മാവിന്ന് കുറച്ച് എടുക്കാം. കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തുക കേട്ടാ. ഇതുപോലെ പരത്തി എടുക്കണം കേട്ടാ. മൈദയായ കാരണം നമ്മൾ പരത്തുമ്പോൾ തന്നെ കറക്റ്റ് കിട്ടും. ഒരു ചുള അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി എടുക്കുക. അതുപോലെ ഇപ്പുറ സൈഡിൽ നിന്ന് മടക്കുക. അടിഭാഗം മടക്കി കൊടുക്കുക. മുൾഭാഗം മടക്കുക. ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുളയുടെ അതേ ഷേപ്പിൽ വര കിട്ടും നമുക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അട വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു വിട്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇല ഇല്ലാന്ന് വെച്ചിട്ട് ഇനി ആരും ചക്കട ഉണ്ടാക്കാണ്ടിരിക്കേണ്ടാട്ട. സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ടും നമുക്ക് ഇനി ചക്കട റെഡിയാക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.